ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഗിറ്റ്ഹബിൻ്റെ അകത്തുനിന്ന് എക്ലിപ്സിലേക്ക് എങ്ങനെ ഒരു പ്രോജക്റ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററി. അപ്പോൾ അവിടെ നമ്മൾ കോപ്പി URL എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു ഗിറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ റെഫറൻസിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് ഏത് ഫോൾഡർ വേണം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആണ് ഞാൻ ഗിറ്റ് ക്ലോൺ ചെയ്യാൻ പോകുന്നത്. ആ റെപ്പോസിറ്ററിൻ്റെ ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോജക്റ്റ് അവിടെ ക്ലോൺ ആയിട്ടുണ്ടാവും. ഗിറ്റ് ഫോൾഡറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ജാവ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ആ റെപ്പോ മുഴുവൻ ക്ലോൺ ആയിട്ടുണ്ട്. നമുക്ക് അപ്പം ഒരു എക്ലിപ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പം ഇത് വേറൊരു ഫോൾഡറിലാണ്, വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഞാൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഇത് ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഫയൽ ഓപ്പൺ പ്രോജക്റ്റ് ഫ്രം ഫയൽ സിസ്റ്റം അതാണ് ചെയ്യേണ്ടത്. ആ ഗിറ്റ് ഫോൾഡറിനകത്ത് റെപ്പോസിറ്ററി നമ്മൾ എടുത്തിട്ട് നമുക്ക് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ റെപ്പോസിറ്ററി കാണാം. ഒരു JRE സിസ്റ്റം ലൈബ്രറി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് എക്ലിപ്സ്. അപ്പോൾ ഈ പ്രോഗ്രാം ആണ് ഓൾറെഡി ഗിറ്റ് ഹബിലുള്ള പ്രോഗ്രാമാണ്. വെറുതെ നമുക്ക് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു ക്ലാസ് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഓൾറെഡി ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് അറേ സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. റൺ ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഈ ഫയൽ ഞാൻ തിരിച്ച് ഗിറ്റ് ഹബിലേക്ക് ഇനി അപ്ലോഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഗിറ്റ് ഫോൾഡറിൽ പോയി നോക്കാം. ഇവിടെ നമുക്കൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗിറ്റ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫയൽസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് സ്റ്റേറ്റസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പം arrays.length of java എന്ന് പറഞ്ഞൊരു പുതിയ ഫയലുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്റ്റേ ചെയ്യാം. അതിനെ നമ്മൾ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് ഗിറ്റ് ആഡ് എന്നുള്ള കമാൻഡാണ് കൊടുക്കുന്നത്. നമ്മൾ വീണ്ടും ഗിറ്റ് സ്റ്റേറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് ഓൾറെഡി സ്റ്റേജ്ഡ് ആയി. അപ്പോൾ ഗ്രീൻ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫയൽ ഓൾറെഡി സ്റ്റേജ്ഡ് ആയി. നമുക്കിത് കമ്മിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ലോക്കൽ റെപ്പോസിറ്ററിയിലേക്ക് കമ്മിറ്റ് ചെയ്യാണ് ആദ്യം. എന്നിട്ട് നമ്മൾ ഗിറ്റ് പുഷ് കൊടുത്തിട്ട് റിമോട്ട് റെപ്പോസിറ്ററിയിലേക്ക് നമ്മുടെ ചേഞ്ചസ് നമ്മൾ പുഷ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി പുഷായി കഴിഞ്ഞു. നമുക്ക് അതൊന്ന് പേജ് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഫയൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.